ഇന്ന് നമ്മളൊരു പരിപ്പ് വട റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. നമ്മൾ തട്ടുകടയിൽ നിന്നെല്ലാം വാങ്ങി കഴിക്കുന്ന പരിപ്പ് വട ഒത്തിരി ടേസ്റ്റ് ആയിരിക്കില്ലേ വാങ്ങി കഴിക്കുമ്പോൾ. അപ്പോൾ അതേ രീതിയിൽ അതേ പെർഫെക്ഷനിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. 2-3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പരിപ്പ് വട തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ട പരിപ്പൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് അളവിൽ വടപ്പരിപ്പ്, നമ്മുടെ ഗ്രീൻ പീസിൻ്റെ പരിപ്പുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് 2 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തട്ടുകടയിൽ നിന്ന് വാങ്ങുന്ന പരിപ്പോടയുടെ അതേ രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസിൻ്റെ പരിപ്പ് തന്നെ എടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ച് 2 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിപ്പെല്ലാം നന്നായിട്ട് കുതിർന്ന് ഇരട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് കളയുക. അപ്പോൾ ഇതിനെ വെള്ളമൊക്കെ നന്നായിട്ട് പോകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ 2 കഷ്ണം ഇഞ്ചിയാണ്. അത് നമ്മൾ തൊലിയെല്ലാം നേരത്തെ തന്നെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 4 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാർ അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പ് ഒരു 1/4 ഭാഗം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പരിപ്പോടയ്ക്ക് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് നീട്ടി അടിക്കരുത്. 2-3 തവണ നിർത്തി അരച്ചെടുത്താൽ മതി. എന്നാലാണ് ഇതുപോലെ ക്രഷായി കിട്ടുക. ഇത് നമ്മൾ 2-3 ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പരിപ്പ് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് പരിപ്പ്, ഇത്രയും പരിപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇട്ട് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ തട്ടുകളിൽ നിന്നെല്ലാം വാങ്ങി കഴിക്കുന്ന പരിപ്പോടേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും, 4 അല്ലി കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഒരു 6-7 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. ഒരു ചെറിയ സവോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതും നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പരിപ്പോടെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇനി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയൊരു ഉരുള എടുക്കുക. ഒരുപാട് വലിപ്പത്തിൽ വേണ്ട, ഇത്രയും വലിപ്പത്തിലുള്ള ഒരു ഉരുള എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. ഇതിൻ്റെ സൈഡ് കുറച്ച് തിന്നായിട്ടും നടുവശം കുറച്ച് പൊങ്ങിയിട്ടുമാണ് ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പരിപ്പോടെ ചുട്ടെടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റൗവിൽ ഒരു ചീനച്ചട്ടി വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മുടെ പരിപ്പോടെ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരെണ്ണ ഇട്ട് കൊടുത്തു, എന്നിട്ട് അടുത്തതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ജസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ബാച്ചിൽ 3 ഇട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇട്ടത് നമ്മൾ 3ാമത്തേത് ഇട്ട് കൊടുത്തപ്പോഴേക്കും നന്നായിട്ട് കുക്കായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചുവന്ന് ചെറുതായിട്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.